ഞാൻ ആദ്യത്തെ ഹജ്ജിന് പോയി വന്നപ്പോൾ കൊണ്ടുവന്ന പാത്രങ്ങൾ എടുക്കണ്ട, രണ്ടാമത് ഞാനൊരു ഹജ്ജിന് പോയിട്ടുണ്ട്, അപ്പോൾ കൊണ്ടുവന്ന പാത്രങ്ങൾ എടുത്തോ. രംഗം ഇതാണ്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടരെയും ഒരു വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ്, സൽക്കാരത്തിനാണ്. അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ സമയമായപ്പോൾ വീട്ടുടമസ്ഥൻ പറഞ്ഞു, ഞാൻ ഒന്നാമത് പോയപ്പോൾ കൊണ്ടുവന്ന പാത്രങ്ങളുണ്ട്, ഹജ്ജിന് പോയി വന്നപ്പോൾ അതെടുക്കേണ്ടതില്ല. രണ്ടാമത് പോയപ്പോൾ ഞാൻ കൊണ്ടുവന്ന കുറച്ച് പാത്രങ്ങളുണ്ട്, അതും എടുത്തോ എന്ന് പറഞ്ഞു. മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ വലിയ സൂഫിയാണ്. തങ്ങൾ പറയാണ്, പാപം ആ മനുഷ്യൻ ആ 2 ഹജ്ജുകൾക്ക് വേണ്ടി ചെലവഴിച്ച പണവും നഷ്ടമായി, ആ 2 ഹജ്ജും നഷ്ടമായി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ 2 ഹജ്ജിന് പോയിട്ടുണ്ട്, ആ 2 ഹജ്ജിന് പോയി വരുമ്പോഴും പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് സുഫിയാൻ സൗരി തങ്ങളെ ധരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കൂട്ടരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ വളരെ കുറവാണ്. അത് പടച്ചോൻ്റെ തൃപ്തിക്ക് വേണ്ടിയല്ലാതെ ആളുകൾ കാണാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ ചെയ്താലേ അത് ചെറിയൊരു ശിർക്കായിട്ട് മാറും, അള്ളാൻ്റെ കൂടെ മറ്റൊരാളെയും കൂടി പങ്കു ചേർത്ത് എന്ന് വരും. അതുകൊണ്ട് നമ്മൾ ചെല്ലേണ്ടടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കൈകൾ ശൂന്യമായിരിക്കും, നമ്മുടെ കൈകളിൽ ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പടച്ചോനെ മുൻനിർത്തി ആ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.